ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ച് ഇറാനും റഷ്യയും അമേരിക്കയും ഒരേ വേദിയിൽ അണിനിരക്കുന്നു. വിശാഖപട്ടണത്തിന്റെ കടൽ തീരത്ത് വീണ്ടും ലോക നാവികസേനകളുടെ മഹാസംഗമത്തിന് തിരശ്ശീല ഉയർന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഫെബ്രുവരി 17 നടക്കുന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ എന്ന അതിപ്രധാന അന്താരാഷ്ട്ര നാവിക പരിപാടിയിൽ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകൾ പങ്കെടുക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമുദ്രശക്തിയും നാവിക സഹകരണവും ലോകവേദിയിൽ വീണ്ടും ഉയർത്തിക്കാട്ടുന്ന ഈ പരിപാടി ഇന്ത്യയുടെ നാവികശേഷിയും അന്താരാഷ്ട്ര ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്ന ഒരു വൻ വേദിയായി മാറുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രധാനമായും ശ്രദ്ധേയമാകുന്നത് നിലവിൽ ആഗോളതലത്തിൽ കടുത്ത സംഘർഷം നിലനിൽക്കുന്ന അമേരിക്ക ഇറാൻ ബന്ധങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും ഈ ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. പലർക്കും അത്ഭുതം നൽകുന്ന ഈ നീക്കം നാവിക സഹകരണത്തിന്റെയും അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷയുടെയും ആവശ്യകതയെ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കപ്പുറം ഉയർത്തിക്കാട്ടുന്ന ഒരു സന്ദേശമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതോടൊപ്പം ലോകശക്തിയായ റഷ്യയും ഈ മഹാപരിപാടിയുടെ ഭാഗമാകുന്നുവെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണം ഇന്ത്യൻ നാവികസേനയുടെ ശക്തി പ്രകടനമായിരിക്കും. 50-ലധികം ഇന്ത്യൻ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും കടലിൽ ഇറങ്ങി രാജ്യത്തിന്റെ സമുദ്ര പ്രതിരോധ ശേഷിയും തന്ത്രപരമായ ശക്തിയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കും. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും കരുത്തു തെളിയിക്കുന്ന അന്തർവാഹിനികളും സമുദ്രത്തിലൂടെ വേഗത്തിൽ നീങ്ങുന്ന യുദ്ധക്കപ്പലുകളും ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇന്ത്യയുടെ നാവിക സന്നാഹത്തിന്റെ ആത്മവിശ്വാസവും തയ്യാറെടുപ്പും പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ IFR പരിപാടി കൂടുതൽ വിപുലമാകുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടുകൾ പ്രകാരം 70-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേനകൾ ഈ അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ലോകത്തെ വിവിധ നാവിക ശക്തികൾ ഒന്നിച്ചു ചേരുന്ന ഈ വേദി ഇന്ത്യയുടെ സമുദ്ര നയതന്ത്രത്തിന്റെ ശക്തിയും പങ്കാളിത്തങ്ങളും കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുമെന്നും കപ്പലുകളുടെ സംഘത്തിൽ സാന്നിധ്യമുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രത്തലവൻ കപ്പലുകൾ പരിശോധിക്കുന്ന ആചാരപരമായ അവലോകനം ഈ പരിപാടിയുടെ ഏറ്റവും ഔദ്യോഗികവും അഭിമാനകരവുമായ ഘട്ടങ്ങളിൽ ഒന്നാണ്. ഇത് ഇന്ത്യയുടെ നാവികശക്തിയോടുള്ള ഔദ്യോഗിക അംഗീകാരവും രാജ്യത്തിന്റെ പ്രതിരോധ സന്നാഹത്തിന് നൽകുന്ന പ്രാധാന്യവും കൂടി സൂചിപ്പിക്കുന്നു. ഈ മഹാസംഗമത്തെക്കുറിച്ച് ഇന്ത്യൻ നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച സന്ദേശവും ശ്രദ്ധേയമാണ്. ഒരു മഹത്തായ സമുദ്ര സംയോജനം ചക്രവാളത്തിലാണ്. IFR 2026 ഇന്ത്യ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അന്താരാഷ്ട്ര കപ്പൽ അവലോകനം, മിലാൻ നാവിക അഭ്യാസം, IONS മേധാവികളുടെ കോൺക്ലേവ്. ലോക നാവികസേനകൾ ഒത്തുചേരാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യൻ നാവികസേന സമുദ്രങ്ങൾക്കപ്പുറത്തുള്ള സുഹൃത്തുക്കളെയും പങ്കാളികളെയും ഇന്ത്യയുടെ തീരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന കുറിപ്പിലൂടെ പരിപാടിയുടെ വ്യാപ്തിയും ലക്ഷ്യവും നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ എന്നത് വെറും കപ്പൽ പരേഡല്ല, അത് ലോക നാവികസേനകൾ തമ്മിലുള്ള ബന്ധവും വിശ്വാസവും സഹകരണവും ശക്തിപ്പെടുത്തുന്ന ഒരു പ്രൗഢമായ നാവിക പൈതൃക പരിപാടിയാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകൾ ഒരിടത്ത് ഒത്തുചേരുമ്പോൾ അത് സമുദ്ര സുരക്ഷയ്ക്കായുള്ള കൂട്ടായ പ്രതിബദ്ധതയും പരസ്പര ബഹുമാനവും പ്രകടിപ്പിക്കുന്നതാകുന്നു. അതോടൊപ്പം ഓരോ രാജ്യത്തിന്റെയും നാവിക സാങ്കേതിക വിദ്യയും കരുത്തും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വേദിയുമാണ് IFR. വിശാഖപട്ടണത്ത് നടക്കാനിരിക്കുന്ന IFR 2026 ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയും അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളും ലോകത്തിനു മുന്നിൽ ശക്തമായി ഉയർത്തിക്കാട്ടുന്ന ചരിത്രപരമായ ഒരു അവസരമായിരിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യയുടെ നാവിക പ്രതാപത്തിന്റെയും സമുദ്ര നയതന്ത്രത്തിന്റെയും പുതിയൊരു അധ്യായം തുറക്കുമെന്നതാണ് വിലയിരുത്തൽ. കടലിൽ നിന്നുയരുന്ന ഈ മഹാസംഗമം ആഗോള ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും ശക്തമായ പ്രതീകമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.